വൈഷ്ണവ് ENK 2026 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 99.98% സ്കോർ കരസ്ഥമാക്കി കേരളത്തിന്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വൈഷ്ണവ് ഇന്നൊരു ഹീറോ ആണ്. വൈഷ്ണവിന്റെ വസതിയിലെത്തി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ശ്രീ ജോർജ് തോമസും മറ്റ് ബ്രില്യൻ ടീം അംഗങ്ങളും കൂടി വൈഷ്ണവിനെ ആദരിച്ചു. മുൻ കാർഷിക മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെ തൃശൂരിലെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് വൈഷ്ണവിനെ ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ +1 +2 പഠിക്കുമ്പോൾ തന്നെ ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് പരിശീലിക്കുകയും 2026 ജെയ്മെയിൻ ആദ്യ സെഷനിൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനതല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു വൈഷ്ണവ് തൻ്റെ ബ്രില്യൻ കാലഘട്ടത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ജെയ്മെയിൻ സെഷൻ 2 അല്ലെങ്കിൽ അഡ്വാൻസ്ഡിനൊക്കെ എങ്ങനെ തയ്യാറെടുക്കണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് ഈ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂയിലൂടെ. 2026 ജനുവരിയിൽ നടന്ന ജെയ്മെയിൻ സെഷൻ 1 കേരള ടോപ്പറായ വൈഷ്ണവിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആൻഡ് വൈഷ്ണവ്, ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വൈഷ്ണവിൻ്റെ വീട്ടിലാണ്, നാട്ടികയിലാണ് വൈഷ്ണവിൻ്റെ വീട് വരുന്നത്. അപ്പോൾ വൈഷ്ണവ് ജെയ്മെയിൻ സെഷൻ 1 ടോപ്പറായിരിക്കുകയാണ്, വെറും ടോപ്പറല്ല, കേരള ടോപ്പറായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു? ഈ നിമിഷം ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ അച്ഛനമ്മയ്ക്കും എല്ലാം സന്തോഷമാണ്. ഭയങ്കര സന്തോഷം, അവരുടെ ഒരു സന്തോഷം നമുക്ക് അവർക്കൊരു സന്തോഷം നൽകാൻ പറ്റി. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ വൈഷ്ണവിൻ്റെ വീടാണല്ലേ, വീട്ടിൽ നിന്നാണോ റിസൾട്ട് അറിഞ്ഞത്? അല്ല, ഞാൻ ഹോസ്റ്റലിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ എങ്ങനെയായിരുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ടാണോ? അവര് ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. ഓക്കെ. ആ റിസൾട്ട് അറിഞ്ഞിട്ട് വൈഷ്ണവ് ആദ്യം ആരെ വിളിച്ചാ പറഞ്ഞു? ആദ്യം എൻ്റെ അമ്മേനെ തന്നെയാണ് ആദ്യം വിളിച്ചത്. ഓക്കെ. അപ്പോൾ ആ ഒരു അമ്മയുടെ ഒരു സന്തോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയോ? അമ്മയ്ക്ക് സന്തോഷം കണ്ടു. അമ്മ കാമായിരുന്നു. ഓക്കെ. അമ്മ എല്ലാ സമയം അമ്മ ഓൾറെഡി അല്ലെങ്കിലും നോർമലി അമ്മ അമ്മ. ഓക്കെ. അപ്പോൾ വൈഷ്ണവ് പഠിക്കുന്നത് തൃശ്ശൂരുള്ള ദേവമാതാ പബ്ലിക് സ്കൂളിലാണ് അല്ലേ? അപ്പോൾ സ്കൂളിങ് മൊത്തം ആ സ്കൂളിൽ തന്നെ ആയിരുന്നോ? അല്ല, ഞാൻ 9ാം ക്ലാസ് വരെ മസ്കറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. മസ്കറ്റിലായിരുന്നു 9ാം ക്ലാസ് വരെ പഠിച്ചത്. ഓക്കെ. അപ്പോൾ 9ന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു അല്ലേ? 9 ഇടയിൽ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ് ഞാൻ SM വിദ്യാഭവൻ ചന്ദ്രപ്പിനി സ്കൂളിലായിരുന്നു. എന്നിട്ട് 11ഉം 12ഉം ദേവമാതാ CMI സ്കൂൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ +1 +2 പഠനകാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങും വൈഷ്ണവ് നേടിയെടുത്തത് അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഈ സ്കൂളും എൻട്രൻസ് ഒരുമിച്ച് ഈസിയായി കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ടീച്ചർമാരൊക്കെ സപ്പോർട്ട് ആയിരുന്നു. പിന്നെ എൻട്രൻസ് പഠിക്കുമ്പോൾ സ്കൂൾ ഓട്ടോമാറ്റിക്കലി പഠിച്ച് തീരുമല്ലോ. സോ അത് എനിക്ക് ഒരിക്കലും വലിയ സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ +2 ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു IIT പ്രിപ്പറേഷന് അതൊരു കോംപ്രഹെൻസ് ചെയ്തങ്ങ് തന്നെ. ഓക്കെ. ഒരു ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത്രയും വലിയൊരു സ്കോറൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു IIT ഒക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ വൈഷ്ണവിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ എയിം ഞാനിവിടെ വരാൻ കാരണം എനിക്കൊരു എയറോസ്പേസ് എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹം. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. എൻ്റെ ഡ്രീം കോളേജ് IIT മദ്രാസാണ്. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് പിന്നീട് എയറോസ്പേസ് സ്പെഷ്യലൈസ് ചെയ്യാം. ഓക്കെ. ആദ്യമേ മെക്കാനിക്കൽ എടുത്തിട്ട് അതിനുശേഷം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഇല്ലെങ്കിൽ തിരുവനന്തപുരം ISRയുടെ IISTയിലും ചേരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പോൾ എവിടെ ചേർന്നാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടി പോലും വന്നില്ല വൈഷ്ണവിന്, ഉടനടി തന്നെ എനിക്ക് ഉത്തരം കിട്ടി എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ എവിടെ മുതലാണ് ഈ ഒരു ആഗ്രഹം തുടങ്ങിയത്? ഞാൻ മസ്കറ്റിലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ വിമാനങ്ങൾ ഭയങ്കര ക്രേസ് ആയിരുന്നു. അങ്ങനെ തന്നെ റോക്കറ്റ്സും ഭയങ്കര ക്രേസ് ആയിരുന്നു. ബിൽഡ് ചെയ്യാനുള്ളൊരു ആഗ്രഹം. ഇത് ബിൽഡ് ചെയ്യാനുള്ളൊരു അതിനൊരു പാർട്ടാണല്ലോ ആഗ്രഹം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റെന്തെല്ലാം ക്യൂരിയസ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു എയിമിലേക്ക് എത്തുന്നതിന്? അല്ല, എനിക്ക് സ്പേസ് ആസ്ട്രോണമി വെരി ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുന്നു. ഓക്കെ.
അപ്പോൾ ഒരു റോൾ മോഡലിനെ ചോദിച്ചാൽ, കാരണം ഈ ഒരു സ്പേസിൽ അല്ലെങ്കിൽ സ്പേസ് ആസ്ട്രോണമി എന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഫീൽഡാണ്. ഒരുപാട് ലൈക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റുകളും സെലിബ്രിറ്റീസും ഒക്കെ ഈ ഒരു മേഖലയിലുണ്ട്. ഒരു റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ 9ാം ക്ലാസ്സിൽ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ വായിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് റോൾ മോഡൽ തന്നെ APJ. ഓക്കെ, അപ്പോൾ അതിനും വലിയൊരു റോൾ മോഡലിനെ നമുക്കിനി വേറെ ചിന്തിക്കേണ്ടതായിട്ടില്ല. APJ അബ്ദുൽ കലാം തന്നെയാണ് വൈഷ്ണവിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിനോട് പറയാനുള്ളത് എന്താണ്? ഇത്രയും വലിയൊരു കോച്ചിങ്, ഓഫ് കോഴ്സ് വൈഷ്ണവിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു നമ്മൾ ഡയറക്ടർമാരൊക്കെ പറയുന്ന പോലെ തന്നെ 90% എഫേർട്ടും ആരുടെയാണ്? വൈഷ്ണവിൻ്റെ തന്നെയാണ്. ബാക്കി ഒരു 10% മാത്രമേ ബ്രില്യൻറ്റ് നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡയറക്ടേഴ്സ് പോലും പറയുന്നത്. അപ്പോൾ ആ ഒരു 10% അത് എത്രത്തോളമായിരുന്നു വൈഷ്ണവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്? എന്താണ് ബ്രില്യൻറ്റിനോട് പറയാനുള്ളത്? അല്ല, ബ്രില്യൻറ്റ് തന്നെയാണ് എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ഒരുപാട് ഷേപ്പ് ചെയ്തിരുന്നത്. അവിടുത്തെ പ്രൊഫസേഴ്സും ഒരുപാട് മൈൻഡ് സെറ്റ് ഷേപ്പ് ചെയ്തിരുന്നു. വെരി സപ്പോർട്ടീവ് ആണ് എൻ്റെ ക്ലാസ് ടീച്ചേഴ്സും മെൻ്റർമാരെല്ലാവരും. ഓക്കെ, പ്രൊഫസർമാരാണെങ്കിൽ എന്തായാലും ലൈക്ക് നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ അവർ ഫോളോ അപ്പ് ഉണ്ടാവും. ലൈക്ക് ക്ലാസ് റൂമിന് പുറത്തും റെഫറൻസിന് പുറത്തും അവർ വാട്സപ്പിലേക്കും ഡൗട്ട് ക്ലിയർ ചെയ്ത് വരും. ഓക്കെ, അതെനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുപോലെ നമ്മൾ പല വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോഴല്ലോ പലരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പ്രൊഫസർമാരുടെ അടുത്ത് പോയി നേരിട്ട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എന്താ അവർ ഇപ്പം ചെറിയ സില്ലി മിസ്റ്റേക്കുകളായിരിക്കും ചിലപ്പോൾ നമുക്കുള്ളത്. ഇത്രയും ചെറിയ മിസ്റ്റേക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രൊഫസർമാരുടെ അടുത്ത് പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വൈഷ്ണവനുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ എനിക്ക് ഒരിക്കലും ആണെന്ന സാധനം എനിക്കില്ല. ഞാൻ ഒരു ദിവസം എനിക്ക് ഓർമ്മ കാര്യം, ഒരു സീനിയർ ഉണ്ടായിരുന്നു. എനിക്ക് പ്രൊഫസർമാർ ആണായിരുന്നു. അപ്പൊ സീനിയർ പറഞ്ഞത് H2 സ്ട്രക്ചർ പോലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നു. അപ്പോൾ പ്രൊഫസർമാർക്ക് ഇത് വിഷയമല്ല, വെരി അപ്രോച്ചബിൾ ആൾക്കാരാണ്. ഓക്കെ, എത്ര നിസ്സാരമായിട്ടുള്ള ഒരു ഡൗട്ട് ആണെങ്കിൽ കൂടി നമുക്ക് അവരെ നേരിട്ട് അപ്രോച്ച് ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വൈഷ്ണവ്, ഈ ഒരു നമ്മുടെ ഒരു ലൈക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനവും താങ്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു സപ്പോർട്ട് വേണം. ഓഫ് കോഴ്സ് ബ്രില്യൻറ്റിൽ നിന്നൊരു സപ്പോർട്ടുണ്ട്, ദാറ്റ് ഈസ് അക്കാഡമിക്കലി ആൻഡ് മെൻ്റലി. ഓഫ് കോഴ്സ് ദർ ഇസ് എ സപ്പോർട്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ പേരൻസ് നമുക്ക് നൽകുന്നൊരു സപ്പോർട്ടുണ്ട്. അതൊരു വാക്കുകളിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്നൊരു സപ്പോർട്ടല്ലത്. എങ്ങനെയായിരുന്നു പഠനകാലത്ത് പേരൻസുമായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഏറ്റവും കൂടുതൽ അച്ഛൻ എൻ്റെ 11ാം ക്ലാസ്സിൽ മസ്കറ്റിലായിരുന്നു. അത് കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ചത് അമ്മ തന്നെയാണ്. ഓക്കെ, എൻ്റെ അച്ഛനും ചെറുപ്പം മുതലേ ഭയങ്കര ലിബറൽ അല്ല. എൻ്റെ ഇതിനും അച്ഛൻ സപ്പോർട്ട് ചെയ്യും, അച്ഛൻ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര വിശ്വാസം എന്നോട്. എനിക്ക് ഭയങ്കര ഡ്യൂട്ടി ഉണ്ട് അവരോട്. അപ്പോൾ അവരാണ് എന്നെ, ആ ഡ്യൂട്ടിയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാത്തിനും. ഓക്കെ, ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ തീർച്ചയായും. അത് കാരണം അവർ എന്നെ ഇത് തിരഞ്ഞെടുത്ത ഇത് വെച്ച് തരത്തെ. എൻ്റെ ഒരു വല്യമ്മയുണ്ട്, അലിഷ് വല്യമ്മ. ആ വല്യമ്മനെ ബ്രില്യൻ്റ് എൻ്റെ അമ്മയുടെ അടുത്ത് പരിചയപ്പെടുത്തി വിട്ടു. അപ്പോൾ വല്യമ്മയോട് താങ്ക് യു പറയണം. ഓക്കെ, അപ്പോൾ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞപ്പോൾ പേരൻസിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, അവർക്കും ആ ഐഡിയ ഉണ്ടായിരുന്നില്ല. ലൈക്ക് അല്ല, അവർക്കറിയാം എനിക്ക് ഇത് ഈ ഏരിയ കൂടെ ചെറുപ്പം തൊട്ട്. ഓക്കെ, ചെറുപ്പം മുതലേ നമ്മുടെ ഇൻട്രസ്റ്റ് അതാന്ന് പേരൻസിന് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോൾ വൈഷ്ണവ് ഇപ്പോൾ നമ്മളിവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ബന്ധുമിത്രാദികൾ വൈഷ്ണവിൻ്റെ കൂടെ ഇപ്പോൾ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വൈഷ്ണവിനെ ഇവിടെ തേടി എത്തുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം വൈഷ്ണവ് ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയൊരു VIP ആയിട്ട് ഇപ്പോൾ നിലവിൽ മാറിയിരിക്കുന്നുണ്ട് വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ വൈഷ്ണവിന് ധാരാളം കാര്യങ്ങൾ ഈ ഒരു ദിവസം ഇന്ന് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ വൈഷ്ണവ്, വൺസ് അഗെയിൻ എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് ബിഗ് വിൻ. ഓക്കെ, നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, IITസിൽ വെച്ച് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. യെസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.